നമസ്കാരം. ഞാൻ യൂണിഫൈ യോഗയിൽ ജോയിൻ ചെയ്തിട്ടൊരു 2.5 വർഷത്തോളമായി. അപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ ചേഞ്ചസിൽ മേജർ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന പോലെ എൻ്റെ ഗുരു എന്ന് പറയാൻ പറ്റും ജിഷ മാം ആൻഡ് മഞ്ജു സാറാണ്. അപ്പോൾ എന്താണ് യോഗ കൊണ്ടുണ്ടായ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റി, സ്ട്രെങ്ത്, ടീം ലീഡ്, ഇതിലേക്കൊക്കെ ഒരു ഫോക്കസാണ് വന്നത്. മെയിൻലി എനിക്ക് യോഗയിൽ നിന്ന് കിട്ടിയൊരു അഡ്വാൻറ്റേജ് പ്രാണായാമം എന്താണ്, പ്രാണായാമയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്യാം എന്ന ഒരു ജേണിയാണ് എൻ്റെ ലൈഫിലുണ്ടായത്. അപ്പോൾ ഇതിനു മുമ്പ് സംസാരിച്ചവരൊക്കെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ ഒരു സ്മാർട്ടായിട്ട് ഒരു ടീമിനെ ലീഡ് ചെയ്യാം, അത് ലൈഫിലുണ്ടാക്കിയ ചേഞ്ച്, അത് യോഗ എനിക്ക് തന്നൊരു ഡെഡിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാണനെ അറിയുക, പ്രാണൻ ഇസ് വായു, വായു അറിയുക, പ്രാണ അറിയുക, ശ്വാസഗതിയെ അറിയുക, ഈ 3 കാര്യങ്ങളാണ് ലൈഫിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ശ്വാസഗതിയിലേക്ക് പോയി മെഡിറ്റേഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ കൊണ്ടെത്തിക്കുകയുണ്ടായി. അതുകൊണ്ട് ലൈഫിലുണ്ടായ നേട്ടങ്ങൾ, നമ്മുടെ ടീമിലുണ്ടായ നേട്ടങ്ങൾ പല രീതിയിലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഈഗോസ്റ്റിക് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലുള്ള ഒരു വേൾഡ് ആ രീതിയിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ ടീമിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇതില്ല, എല്ലാവരും ഈക്വലായിട്ട് ഫീൽ ചെയ്യുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൂടെ ഉള്ള പ്രദീപ് സാറാണെങ്കിലും ജിഷ മാം ആണെങ്കിലും ആരെങ്കിലും അവരൊരു നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഈക്വലിയാണ്. ഇപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ നോട്ട് എവരി വൺ ഫോർ ഈക്വൽ. നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത് അനുസരിച്ചോ കപ്പാസിറ്റി അനുസരിച്ചോ ഓരോരുത്തർക്കുള്ള എബിലിറ്റി ഓരോ ആസനാസ് ചെയ്യാൻ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അത് കണ്ടെത്തി അതിനെ പ്രൊമോട്ട് ചെയ്ത് ഈക്വലായിട്ട് പോസിറ്റീവ് ചെയ്ത് നമ്മളെ അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ റീച്ചബിളാണ്. നമുക്ക് പേഴ്സണലായിട്ടൊരു ഇഷ്യൂ വന്നാലും എവിടെയെങ്കിലും നമ്മൾ ലൈഫിൽ സ്റ്റക്കായാലും ഒരു കോൾ എവേ ആണ്. അപ്പോൾ ജിഷ മാമിനെ വിളിച്ചാലും മഞ്ജു സാറിനെ വിളിച്ചാലും അവർ അതുപോലെ അവർ യോഗ ഫോളോ ചെയ്ത് ബുക്ക് റീഡിങ്സോ അവരൊരു PhD ലെവലിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ഫാബുലസ് നോളജ് ദേ ആർ ഹോൾഡിങ്. അപ്പോൾ നമുക്ക് എന്തൊരു ഇവിടെ സ്റ്റക്ക് ആവുന്ന ഒരു കോൾ എവേ ആണ് ഒരു അഡ്വൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ബ്രൈറ്റ് ആയിരിക്കും. അവർക്കത് ദേ ആർ ഡിസേർവ് ദാറ്റ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളെ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ട് പോവുകയാണ്. യു ആർ വെയിറ്റിംഗ് ഫോർ എ ഫ്രൂട്ട്ഫുൾ ഡേ ഓഫ് യൂണിഫൈ യോഗ ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഓൾ ദി സക്സസ് ഫോർ ദിസ് യോഗ ക്ലാസ്. താങ്ക് യു.